കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിലാണ് വന്യജീവി സംരക്ഷണം. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമം നിർമ്മിക്കാമെന്ന് സാരം. കേന്ദ്ര നിയമമായതിനാൽ ഭരണഘടനയുടെ 246, 254 അനുച്ഛേദങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തിന് ഭേദഗതി വരുത്താം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു സംസ്ഥാനം നടപ്പാക്കുന്ന ആദ്യ ഭേദഗതിയാണ് കേരളത്തിന്റേത്. നിലവിലെ നിയമം എന്താണ് എന്നത് നമുക്കൊന്ന് ചുരുക്കത്തിൽ പരിശോധിക്കാം. നിലവിലെ നിയമത്തിൽ പറയുന്നത് എന്താണ്? കാട്ടിലേക്ക് തുരത്താനുള്ള മുൻഗണനയാണ് അതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വെടിവെക്കൽ എന്ന് പറയുന്നത് അവസാന നടപടിയാണ്. മറ്റൊരു മാർഗവും ഫലപ്രദമായില്ലെങ്കിൽ മാത്രം വെടിവെക്കാം എന്നതാണ്. 6 അംഗ വിദഗ്ധ സമിതിയുടെ അനുമതി ഈ വെടിവെക്കലിന് വേണം താനും. മൃഗത്തിന്റെ ഫോട്ടോ വെച്ച് ഈ വെടിവെച്ച് കൊല്ലേണ്ട മൃഗമാണ് എന്ന് ഉറപ്പാക്കണം. കടുവയാണെങ്കിൽ അതിന്റെ പക്മാർക്കടക്കം പരിശോധിച്ച് അത് നരഭോജി കടുവയാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുത്തണം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് നടപ്പാക്കുക? അതാണല്ലോ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇപ്പോൾ ഈ പുതിയ നിയമം വരുമ്പോൾ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ അതിവേഗം കൊല്ലാൻ സാധിക്കും. നടപടിക്രമങ്ങൾ അത് നിലവിലുള്ളതുപോലെ ഘട്ടം ഘട്ടമായി പോവുകയല്ല. ആ നടപടിക്രമങ്ങൾ ലഘൂകരിക്കപ്പെടും. പെട്ടെന്ന് തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കും. അതായത് മൃഗങ്ങളെ കൊല്ലാനുള്ള തീരുമാനം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉടനടി എടുക്കാൻ കഴിയും. അതിനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ അല്ലെങ്കിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ശുപാർശ വേണം എന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഈ ബില്ലിന്റെ കാര്യത്തിൽ സംഭവങ്ങൾ അല്ലെങ്കിൽ നടപടികൾ മുന്നോട്ട് പോവുക? ഈ ബില്ല് ഇപ്പോൾ മന്ത്രിസഭയുടെ ക്യാബിനറ്റിന്റെ നോഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിയമസഭയിലേക്ക് ഈ ബില്ല് പോകണം. ഈ ബില്ലിനെ എന്തായാലും പ്രതിപക്ഷം എതിർക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം പ്രതിപക്ഷവും ഇതേ ആവശ്യമാണല്ലോ ഉന്നയിക്കുന്നത്. അപ്പോൾ ഏകകണ്ഠമായി ഈ ബില്ല് പാസ്സാവുക എന്നതാണ് ഇനിയിപ്പോൾ ഉള്ള നടപടി. അതിനുശേഷം ഗവർണറുടെ മുന്നിലേക്ക് ഈ ബില്ലെത്തും. ഈ ബില്ലിൽ ഗവർണർ ഒപ്പിടണം. അത് കഴിഞ്ഞ് രാഷ്ട്രപതി അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ദേശീയ നിയമത്തിലെ ഭേദഗതി ആയതിനാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം എന്ന് പറയുന്ന ഈ അവസാനം എഴുതിയിരിക്കുന്ന കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് മലയോര മേഖലയ്ക്ക് ആശ്വാസകരമായ ഒരു നടപടിയാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. കാരണം വന്യജീവികളെക്കാൾ മനുഷ്യരുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന ഒരു നിലപാടിലേക്ക് നിയമസഭ എത്തുമോ? അങ്ങനെ ഏകകണ്ഠമായി ഈ ബിൽ നിയമസഭ കടക്കുമോ? അതാണ് അറിയേണ്ടത്.